ഉത്തമഗീത 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. മതി. ഉണർവിൻ്റെ ഒരു കാലവുമായി ബന്ധപ്പെട്ടാണ് അവിടെ സംസാരിക്കുന്നത്. സഭാകാന്തൻ അല്ലെങ്കിൽ ആത്മമണവാളൻ തൻ്റെ കാന്തയായ തിരുസഭയോട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ആണ് നാം ഇവിടെ വായിച്ചത്. 10-ാമത്തെ വാക്യം, എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത് എഴുന്നേൽക്കുക, വരിക. എഴുന്നേറ്റ് വരിക. അപ്പോൾ അതുവരെ അവിടെ ഇരിക്കുക. നീ എഴുന്നേറ്റ് വരിക. എഴുന്നേറ്റ് വരാൻ കാരണം എന്താണെന്ന് അതിനനുകൂലമായ സാഹചര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നാം ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഇന്ന് വായിച്ച് ധ്യാനിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എവിടെയെങ്കിലും ആത്മീയ മാന്ദ്യങ്ങൾ, ക്ഷീണങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി സമർപ്പിതരായിട്ട് നാം മുന്നോട്ട് പോകണം. ആത്മീയമായിട്ട് നമ്മൾ എഴുന്നേൽക്കേണ്ട ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ, അക്ഷരികമായി ഇരിപ്പും എഴുന്നേൽപ്പും അല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നാം ആയിരിക്കുന്ന ആത്മീയ നിലവാരത്തിൽ നിന്ന് കുറച്ചുകൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അവ രണ്ടുവിധ ആഹ്വാനമാണ് അവിടെ കാണുന്നത്. നീ എഴുന്നേൽക്കണം, നീ വരിക. എഴുന്നേറ്റ് നീ വരിക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഉത്തമഗീതത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മണവാളൻ മണവാട്ടിയോട് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ്, ശീതകാലം കഴിഞ്ഞു. അപ്പോൾ നിശ്ചയമായിട്ടും മണവാട്ടി ഇരുന്നു പോയത് ഏത് കാലഘട്ടത്തിലാണ്? ശീതകാലമായതുകൊണ്ടാണ്. തണുപ്പാണ്, അസ്വസ്ഥതയാണ്, മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇരുന്ന് അതൊരു വല്ലാത്ത ഇരുപ്പായി പോയി. പിന്നെ എഴുന്നേക്കാൻ തോന്നുന്നില്ല, അല്ലേ? പിന്നെ എഴുന്നേക്കാൻ തോന്നുന്നില്ല. അപ്പം അതിങ്ങനെ ശീതകാലം കഴിഞ്ഞു എന്ന് മണവാട്ടി സാഹചര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കുന്നില്ല. പരിമിതിയുണ്ട്. പക്ഷെ മണവാട്ടിയുടെ കാന്തനായിരിക്കുന്ന മണവാളൻ പറയുകയാണ്, ഈ ഇരിപ്പ് ഇങ്ങനെ ഇരുന്നാൽ പോരാ, ശീതകാലം കഴിഞ്ഞു. മറ്റൊരു ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്നത്, ശീതകാലം കഴിഞ്ഞു എന്നത് നീ അറിയുന്നില്ലേ? എന്ത് ഇരിപ്പായിരിക്കുന്നത്? നമ്മൾ തന്നെ വീട്ടിൽ പറയില്ലേ, മനുഷ്യ എന്ത് ഇരിപ്പായിരിക്കുന്നത്? ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ചിലപ്പോൾ ഭാര്യയോട് പറയും, ചിലപ്പോൾ പിള്ളേർ എത്ര നേരമായി ഇരിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത്, ഓ ഇന്ന കാര്യം ചെയ്യണ്ടേ, ഇന്നത് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതും പോലെ. സ്തോത്രം. ശീതകാലം കഴിഞ്ഞത് വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിയാതെ പല സമ്മർദ്ദങ്ങൾ കാണുമായിരിക്കാം, പല അസ്വസ്ഥതകൾ കാണുമായിരിക്കാം. അപ്പോൾ എന്തായാലും മണവാട്ടിയുടേതായ സ്വയസിദ്ധമായ രീതിയിൽ ശീതകാലം കഴിഞ്ഞത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ മണവാളൻ അല്ലെങ്കിൽ കാന്തൻ അത് എന്ത് ചെയ്യുകയാണ്? മനസ്സിലാക്കി കൊടുക്കുകയാണ്. ക്രൈസ്തവോ എഴുന്നേക്ക്, ശീതകാലം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആത്മീയ വീക്ഷണം ഇതാണ്. ശീതകാലം കാണിക്കുന്ന തണുത്തുറഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളെയാണ്. മനസ്സിലായോ? തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ, മുന്നോട്ട് പോകാൻ കഴിയാതെ മൂടി പുതച്ചു കിടക്കുന്ന തണുപ്പ്, മൂടി പുതച്ചു കിടക്കുന്ന, എവിടെയെങ്കിലും കുഞ്ഞിക്കൂടിയിരിക്കുന്ന, ചുരുണ്ടുകൂടിയിരിക്കുന്ന, ഉത്സാഹം നഷ്ടപ്പെട്ട്, തീഷ്ണത നഷ്ടപ്പെട്ട്, മുന്നോട്ട് പോകാൻ കഴിയാതെ ഒതുങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിനും എതിരായിട്ട് കടന്നു വരുന്ന ചില പിറകിലേക്ക് പിന്തിരിപ്പിക്കുന്ന അനുഭവങ്ങൾ, വിവിധ സാഹചര്യങ്ങൾ. ഒരുപക്ഷെ ഈ ശീതകാലത്തിന് പല കാര്യങ്ങളുണ്ടായിരിക്കാം. അക്ഷരീയ ശീതകാലം പോലെയല്ല ആത്മീയ ശീതകാലം എന്ന് പറയുന്നത്. രോഗങ്ങൾ, ആഘാതങ്ങൾ, തിരിച്ചടികൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, മനോഭാരങ്ങൾ, അകത്തുനിന്നും പുറത്തുനിന്നും കടന്നു വരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിയാതെ ക്ഷീണിച്ച് തളർന്ന് ശീതകാലത്തിന് തുല്യമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം ക്രിസ്തു വിശ്വാസികളെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു.
യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയുടെ മേലും ഹല്ലേലൂയ കൂരിരുട്ട് ജാതികളുടെ മേലും മൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിന്റെ മേൽ അങ്ങനെയല്ല. അന്ധകാരവും കൂരിരുട്ടുമല്ല, നിന്റെ മേൽ യഹോവയുടെ പ്രകാശമാണ് ഉദിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ആത്മനിറവിൽ വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവരായ ഓരോ ക്രിസ്തു വിശ്വാസികളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്നും ആത്മീയ ശൈത്യത്തിന്റെ അനുഭവത്തിലൂടെയും ഇരുളിന്റെ അനുഭവത്തിലൂടെയും അല്ല ദൈവം നമ്മെ കഴിച്ചുവിടുന്നത്. നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന ആത്മാവാണ്, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ആത്മാവാണ്, നമ്മെ ശക്തീകരിക്കുന്ന ആത്മാവാണ്, ആത്മീയ ചൈതന്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, ഞാൻ സകലത്തിലും മതിയാകുന്നു. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് പറയുന്ന ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ദൈവം പകർന്നു തന്നിരിക്കുന്നത്. എന്നിട്ട് ആ കുരുന്ന ലേഖനത്തിൽ താഴെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. എന്തിനത് നിക്ഷേപമായിട്ട് ഇത് മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നതെന്ന് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് സമാധാനമായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവസേവയിൽ വ്യാപൃതരായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നൽകി തന്നിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പല 6-7 ഉപമകൾ കാണാൻ കഴിയുന്നു, ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്നും തണുപ്പിനോട് ബന്ധിപ്പിച്ച് കൊടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പല ഉദാഹരണങ്ങളിലുള്ളിൽ ഒന്നാണ് തീ. ചൂട് പിടിപ്പിക്കുന്നതാണ്. സിഹിയോൻ മാളികമുറിയിൽ നമ്മൾ ഇങ്ങനെയല്ല വായിക്കുന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി, അഗ്നിജ്വാല പോലെ പിളർന്ന നാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിജ്വാല തണുത്തുറച്ചിരിക്കുന്ന ഒരു അനുഭവമല്ല. 120 പേര് ചില ദിവസങ്ങളായി ദൈവ സാന്നിധ്യത്തിന്റെ നിറവിലായിരിക്കുകയാണ്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അവർ പാട്ടുപാടിയും പ്രാർത്ഥിച്ചു അവിടെ ഇരുന്നു പോയി നല്ല വായിക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ ശക്തിയുള്ള സാന്നിധ്യം അവരുടെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ജ്വാലയായിട്ട് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ആത്മീയ ആവേശത്തോടെ എഴുന്നേറ്റു. യെരൂശലേമിലേക്ക്, യഹൂദയിലേക്ക്, ശമരിയിലേക്ക്, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ചിതറിപ്പോയി. എന്തിനു വേണ്ടി? അവർക്ക് കിട്ടിയ കൃപ മറ്റൊരാൾക്ക് കൂടെ കിട്ടുവാൻ വേണ്ടി, അവർക്ക് കിട്ടിയ സ്വർഗീയ ദർശനം മറ്റുള്ളവർക്ക് കൂടി കിട്ടുവാൻ വേണ്ടി, അവർക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിന് മറ്റുള്ളവർക്ക് കൂടി കിട്ടാൻ വേണ്ടി, അവർക്ക് കിട്ടിയ വചനത്തിന്റെ വെളിപ്പാട് മറ്റൊരാൾക്ക് അതുകൂടി കിട്ടുവാൻ വേണ്ടി, അവർക്ക് കിട്ടിയ ദൈവീകമായിരിക്കുന്ന ഉൾക്കാഴ്ച ബന്ധം മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കുവാൻ വേണ്ടി അവർ എഴുന്നേറ്റ് മുന്നോട്ട് പോയി എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ശീതകാലം കഴിഞ്ഞ് ആത്മീയമായി തണുത്ത് ഉറഞ്ഞിരിക്കുന്ന ആ ശീതകാലം കഴിഞ്ഞിട്ട് ആത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. നമ്മുടെ പാട്ടിൽ ഒരാത്മീയ നിറവ്, നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു നിറവ്, വിശ്വാസ ജീവിതത്തിലൊരു നിറവ്, നമ്മുടെ ആരാധനയിലൊരു നിറവ്. ഞാൻ സാധാരണ മറ്റ് ദൈവദാസന്മാർ പറയുന്ന പോലെ ചടഞ്ഞ് എന്നുള്ള രീതിയിൽ ഉണക്കപ്പാട്ടും ഉണക്ക പ്രാർത്ഥനയും ഒരു പ്രത്യേക ചൈതന്യവുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതല്ല. ശാരീരികമായ അവശതകളും ബലഹീനതകളും ഒക്കെ ഉണ്ട് എങ്കിലും പൗലോസ് പറയുന്നത് പോലെ ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആത്മശക്തിയുള്ള ഒരു വിശ്വാസിയെ കണ്ടാൽ അറിയാം, കൃപയുള്ള ഒരു വിശ്വാസിയെ കണ്ടാൽ അറിയാം, കൃപാവരമുള്ള ഒരു ക്രിസ്തു വിശ്വാസിയെ കണ്ടാൽ അറിയാം, ദർശനമുള്ള ഒരു ക്രിസ്തു വിശ്വാസിയെ കണ്ടാൽ അറിയാം, വെളിപ്പാടുള്ള ഒരു ക്രിസ്തു വിശ്വാസിയെ കണ്ടാൽ അറിയാം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രത്തോട് അല്പകാലത്തേക്ക് ജീവിതത്തിൽ വന്നുപോയ ആ ശീതകാലത്തിന്റെ ആത്മീയമായി തണുത്തുറഞ്ഞ് മുന്നോട്ട് പോകുന്ന, നമ്മെ പിടിച്ചിരുത്തി കളയുന്ന, ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മെ ബലപ്പെടുത്തി കീഴ്പ്പെടുത്തി കളയുന്ന തുല്യമായ എല്ലാ ശീതകാല അനുഭവങ്ങളെയും അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേറ്റിട്ട് മുന്നോട്ട് വരിക. അതിന്റെ കാരണം ദൈവത്തിന് ചിലതൊക്കെ ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആത്മാവിൽ മുന്നോട്ട് വരണമെന്നുള്ള ഒരു സന്ദേശം അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത് എഴുന്നേൽക്കാൻ കാരണം അവിടെ പറയുന്നുണ്ട്, മഴ മാറിപ്പോയി. മണവാളൻ പറയുകയാണ്, കാന്തൻ പറയുകയാണ്, മഴ മാറിപ്പോയി. ശക്തിയുള്ള മഴ, ശക്തി കുറഞ്ഞാണ് എന്ന് പറഞ്ഞ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ കാണിക്കുകയാണ്. എന്നും പ്രതികൂലമല്ല, എന്നും ബന്ധനമല്ല, എന്നും പോരാട്ടമല്ല. മഴയ്ക്കൊരു കാലമുണ്ട്. എന്നും മഴയല്ലല്ലോ, എന്നും വേനലല്ലല്ലോ.
എന്നും മഞ്ഞല്ലല്ലോ, ഇപ്പൊ മഴയില്ലല്ലോ, ഇത്ര നാളായി മഴ പെയ്തിട്ട്. പെയ്യുമ്പോൾ തോരാ മഴ, അത് കഴിയുമ്പോൾ ശാന്തത വരും, കർമ്മേഘം മാറും, അന്തരീക്ഷം തെളിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ കാന്തയായ തിരുസഭയ്ക്കെതിരെ അതിശക്തമായ മഴ വന്നു. മുക്കിക്കളയുന്ന രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന് തുല്യമായ സാഹചര്യങ്ങൾ വന്നു. മഴയുള്ളപ്പോഴാണ് വെള്ളമുള്ളപ്പോഴാണ് വെള്ളം പൊങ്ങുന്നത്. ആ സാഹചര്യങ്ങളെ കുറിച്ചും അവിടെ പറയുകയാണ്, മഴ മാറിപ്പോയി. ചില പറയല്ലേ, മഴയാവുന്ന ഭാഷയിൽ യോഗം വരാൻ പറ്റിയില്ല, മഴയാ സ്കൂളിൽ പോകാൻ പറ്റിയില്ല. മഴ വരുമ്പോൾ പൊതുവെ മുടക്കമാണ്. തോരാ മഴ പെയ്യുമ്പോഴെന്താണ് ഗവൺമെന്റ് പോലും അവധി കൊടുക്കുക, സ്കൂളിന് അവധി, പൊതുസ്ഥാപനങ്ങൾക്ക് എല്ലാവരും. ഒരാ മഴ, ആകെ അസ്വസ്ഥത, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എല്ലാം ചീഞ്ഞഴിഞ്ഞ് നാശമായി കിടക്കുന്നു, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ആകെ പ്രതികൂലം, ആകെ ബുദ്ധിമുട്ട്. നല്ല വീടില്ലാത്തവർ അനുഭവിക്കുന്നത് എന്താണ്, വാഹനമില്ലാത്തവർ അനുഭവിക്കുന്നത് എന്താണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് മഴയുമായി ബന്ധപ്പെട്ട്. ഒരു ഭാഗത്ത് മഴ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, എങ്കിലും മറ്റൊരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ. അതുകൊണ്ടാണല്ലോ കാലവർഷക്കെടുതി എന്ന് പറയുന്നത്. കാലവർഷം സുഖകരമാണെന്നല്ല പറയുന്നത്, മനസ്സിലായോ? വാർത്താ മാധ്യമങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന കാലവർഷക്കെടുതി. മഴ അമിതമാകുമ്പോൾ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അത് ഭാരങ്ങളുമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. കൊണ്ട് ജീവിതത്തിൽ നേരെ പെയ്യുന്ന അതിശക്തമായ മഴ, വെള്ളം പൊങ്ങി മുക്കിക്കളയുന്നത് പോലെ തുല്യമായ രീതിയിൽ പെയ്തു വരുന്ന മഴ, ഇവിടെ മണവാളൻ പറയുകയാണ്, അത് മാറിപ്പോയി. ഇന്ന് പോലും ദൈവസ്ഥലം വന്നിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പല മഴയും ദൈവം മാറ്റിക്കളഞ്ഞു, ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. മഴ പെയ്തു, പക്ഷെ അത് മുങ്ങിപ്പോകാൻ ദൈവം ഇടയാക്കിയില്ല. അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകി, സൗഖ്യം ദൈവം നൽകി, ബലം ദൈവം നൽകി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരുപക്ഷെ നമ്മെ മുക്കിക്കളയുന്ന രീതിയിൽ അമിതമായിട്ടത് പെയ്യാൻ ദൈവം സമ്മതിച്ചില്ല. അതിന് മറ്റൊരു ഭാഷാന്തരം എങ്ങനെയാണ്? സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായൊരു പരീക്ഷ ദൈവം തന്നിട്ടില്ല. സ്തോത്രം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. മഴ പെയ്തു, എനിക്ക് വേദനയുണ്ടായി, എനിക്ക് ഭാരമുണ്ടായി, ചീഞ്ഞളിഞ്ഞ സാഹചര്യങ്ങളും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അസ്വസ്ഥതകളും എല്ലാം എന്റെ ജീവിതത്തിൽ വന്നുവെങ്കിൽ എന്റെ സ്വയശക്തി കൊണ്ടല്ല അത് മാറിയത്, അത് മാറ്റിയ ഒരു ദൈവമുണ്ട്. ദിവസമായി ഇങ്ങനെയാണ്, ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ദൈവമാണ് മഴ പെയ്യുന്നത്. മഴ പെയ്യണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് കൃത്രിമമായി മഴ പെയ്യിക്കാൻ പറ്റും, അല്പമണിക്കൂറുകളത്തേക്ക് മാത്രം, ഒരു നിശ്ചിത ഏരിയ മാത്രം, പ്രത്യേക രീതിയിൽ അവരത് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ വശങ്ങൾ അറിയാവുന്നവർക്കറിയാം. മഴയുടെ ദൗർലഭ്യം വരുമ്പോൾ പ്രത്യേക സ്ഥലത്തും മാത്രം, പ്രത്യേക രീതിയിൽ മാത്രം അത് പെയ്യും. പക്ഷെ ഭൂമി മുഴുവൻ മഴ കിട്ടണമെന്നല്ല, സമൃദ്ധമായി മഴ കിട്ടണമെന്നല്ല, ഹല്ലേലൂയ, സമൃദ്ധമായി ജലാശയമാകണമെന്നല്ല. അതിന്റെ പിന്നിലെല്ലാം ആരാണെന്നൊരു കാര്യം ഓർത്തോളം, ദൈവമാണ്. കർത്താവിന്റെ സ്തോത്രം. പെയ്തു വരുന്ന മഴ, ജീവിതത്തിൽ കാണുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വെല്ലുവിളികൾ, സമ്മർദ്ദങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മഴകളെ ദൈവം മാറ്റിവിട്ടു. നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. മഴയുടെ പേരും പറഞ്ഞ്, ശീതകാലത്തിന്റെ പേരും പറഞ്ഞ് നീ ഒതുങ്ങിപ്പോകരുത്. മഴയുടെ പേരും പറഞ്ഞുകൊണ്ട് നീ ഒതുങ്ങിപ്പോകരുത്. ശീതകാലം കഴിഞ്ഞു, മഴ മാറി. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വിവിധ നിലകളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ആത്മാക്കളെ കുറിച്ച് പറയുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഞങ്ങൾ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും സൗരഭ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരിട്ട് ദൈവമക്കളെ പൂ ആയിട്ട് ചിത്രീകരിച്ചിട്ടില്ല എങ്കിലും പല സാദൃശ്യ പ്രയോഗങ്ങൾ നമ്മൾ ധ്യാനിച്ചെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൗരഭ്യം കിട്ടുന്ന ഏതിൽ നിന്നാണെന്ന് അറിയാമോ? പൂവുമായി ബന്ധപ്പെട്ടാണ്, മരങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ചെടികളുമായി ബന്ധപ്പെട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ലോകപ്രശസ്തമായിരിക്കുന്ന അതീവ സൗരഭ്യമുള്ള ഊത്, അതുപോലെ പെർഫ്യൂം മുതലായ സാധനങ്ങളെല്ലാം കിട്ടുന്നത് മരങ്ങൾ, മരത്തിന്റെ പൂവ്, മരത്തിന്റെ തൊലി, മരത്തിന്റെ ചെടി എല്ലാമായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ക്രിസ്തു വിശ്വാസിയെ ദൈവം ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഫലം കൊടുക്കുന്ന ഒരു മരമായിട്ടാണ്.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ മനുഷ്യനെയും മൃഗങ്ങളോട് ചിത്രീകരിച്ചിട്ടില്ല, പക്ഷികളോട് ചിത്രീകരിച്ചിട്ടില്ല. ഫലം കൊടുക്കുന്ന അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും സൗരഭ്യമാണ്. ദൈവത്തിന്റെ ശക്തിയുള്ള സാന്നിധ്യത്തിന്റെ നിറവനുഭവിക്കുന്ന ആത്മീയ മരങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. പഴയ തിരുവെഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ പല നിലകളിൽ സംബോധന ചെയ്തിട്ടുണ്ട്. അവർ ലെബാനോനിലെ പർവ്വത നിലകൾ അതുപോലെയാണ്, ദേവദാരു പോലെയാണ്. സ്തോത്രം. പല സന്ദർഭങ്ങളിലായിട്ട് ഇസ്രായേലിനെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവൻ ദേവദാരു പോലെയാണ്, ലെബാനോനിലെ പൊക്കമുള്ള മരം പോലെയാണ്, വൻമരം പോലെയാണെന്ന് എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഭൂമിയിലുള്ള മറ്റൊരു ജീവജാലങ്ങളോടും മനുഷ്യനെ സാമ്യപ്പെടുത്താതെ ദൈവങ്ങളുടെ സ്തോത്രം, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട നല്ല മരത്തോട്, ഫലമുള്ള മരത്തോട്, ഒരു പുഷ്പത്തോടൊക്കെയാണ് മനുഷ്യജീവിതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വായിച്ചു പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സൗഭാഗ്യകരമായ ഒരു നിത്യതയെ കുറിച്ച് പറയുമ്പോൾ, ആ നിത്യതയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ജീവജാലങ്ങളും അവിടെ കാണാനായിട്ട് കഴിയത്തില്ല. നദിക്ക് അക്കരയും ഇക്കരയും 12 മാസവും 12 ഫലങ്ങൾ കൊടുക്കുന്ന ജീവവൃക്ഷങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് നദിയോട് സ്തോത്രം. വേദപുസ്തകത്തിൽ മരത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, കായ്ഫലത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, പൂക്കൾക്ക് അതിൻ്റെതായിരിക്കുന്ന പ്രത്യേകതയുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിവിധ നിലകളിൽ കർത്താവിനെ സേവിച്ചും ആരാധിച്ചും മുന്നോട്ട് വരുന്ന ദൈവമക്കളെ കുറിച്ചാണ് പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. ഹല്ലേലൂയ. ദൈവങ്ങളുടെ സഹോദരൻ, നമ്മെ പോലെ രക്ഷിക്കപ്പെട്ടവർ, നമ്മെ പോലെ സ്നാനപ്പെട്ടവർ, നമ്മെ പോലെ വിശുദ്ധ ജീവിതം നയിച്ചവർ, നമ്മെ പോലെ കർത്താവിന്റെ മടങ്ങിയവരിന് വേണ്ടി മുന്നോട്ട് പോകുന്നവര്, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ദൈവം തിരുത്തി പറയുകയാണ്, നീ മാത്രമല്ല, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആലയത്തിൽ വന്ന് ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളാക്കുക, നമ്മെക്കാളും വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിൽ നിലനിൽക്കുന്ന അനേകരുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷീണിച്ചു പോകുകയല്ല. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന കൃപ, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ദർശനങ്ങൾ, ആത്മീയ സൗരഭ്യം കൊടുക്കുന്ന, ആത്മീയ സുഗന്ധം കൊടുക്കുന്ന ഒരു നല്ല ക്രിസ്തു വിശ്വാസിയായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെ കുറിച്ചുള്ള ഈ അനുഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 4-ാമത് നിങ്ങൾ നോക്കിക്കേ, പക്ഷികൾ പാടുന്ന കാലം വന്നിരിക്കുന്നു. പക്ഷികൾ പാടുന്ന കാലം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പണ്ഡിതന്മാർ അവിടെ പറയുന്നത് ആത്മീയ ആരാധനയുടെ മനോഹാരിതയാണ്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ പാട്ട് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അല്ലേ? സങ്കീർത്തന പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവനെൻ്റെ വായിൽ എന്തു തന്നെന്നാണ് പറയുന്നത്? പുതിയ പാട്ട് തന്നു. മനസ്സിലായോ? പാട്ട് തന്നു. പഴയ ഇസ്രായേലും പുതിയ ഇസ്രായേലും ഒക്കെ പാടി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആരാധന ദൈവത്തിന് കൊടുക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രഭാത ഗീതത്തിൽ പോലും പറയുന്നൊരു കാര്യം ഇതാണ്. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്ന പാട്ട് പാടുന്നത് പോലെ നീയും അതിരാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്നറിയാമോ? സർവശക്തനായ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തണം. സ്തോത്രം. അപ്പൊ ആരാധന അർപ്പിക്കണം. ഹല്ലേലൂയ. ആത്മീയമായി ക്ഷീണിച്ചും തളർന്ന് മുന്നോട്ട് പോകുകയല്ല. എങ്ങനെയാണ് ആരാധന? നമ്മുടെ ശബ്ദത്തിലൂടെ ആരാധന വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിലൂടെ ആരാധന വെളിപ്പെടണം. മറ്റൊരാളുടെ ആരാധന കാണുകയല്ല. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന സാധ്യതകളിലൂടെ, എൻ്റെ സ്വരത്തിലൂടെ, എൻ്റെ കഴിവിലൂടെ, ഹല്ലേലൂയ, എൻ്റെ ശബ്ദത്തിലൂടെ ആത്മീയ ആരാധന വെളിപ്പെടണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം വെളിപ്പെടണമെന്നുള്ള ഒരു നിറഞ്ഞ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ആരാധനാ ജീവിതത്തിൽ, ആത്മീയ പാട്ടിൽ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ക്രിസ്തു വിശ്വാസികൾ മുമ്പരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ കാലത്ത് കുറഞ്ഞു വരികയാണ്. സഭകളിലൊക്കെ മൗനത പാലിക്കുന്നവരുടെ കൂട്ടമാണ് കൂടുതൽ. കൈയടിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിള്ളേരെ പോലെ നമ്മൾ ശ്രദ്ധിച്ച്, പിള്ളേർ പോലും കൈയടിക്കുന്നില്ല. കൈയടിക്കാതെ പാട്ട് പാടാത്ത പിള്ളേർ വളർന്നു കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ പിള്ളേരുടെ സ്ഥിതി എന്താണ്? പറഞ്ഞ മനസ്സിലായോ? മാഷന്മാർ കാലാകാലങ്ങളിൽ വന്ന് മാറിപ്പോകും.
അച്ഛന്മാർ വന്ന് കലാകാലങ്ങളിൽ മാറിപ്പോകും. മാതാപിതാക്കന്മാർ പ്രോത്സാഹിക്കുന്നുണ്ട്, പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാർ നന്നായിട്ട് വാ തുറന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാലാണ് പിള്ളേർ പാടി ദൈവത്തെ മഹത്വപ്പെടുന്നത്. കൃത്യമായ സന്ധ്യാപ്രാർത്ഥനയും കൃത്യമായ പ്രഭാത പ്രാർത്ഥനയും കുടുംബങ്ങളിൽ ഉണ്ടെങ്കിലാണ് മക്കളെ അത് സ്വാധീനിക്കുകയുള്ളൂ. മനസ്സിലായോ? മക്കളുടെ സ്വഭാവങ്ങൾ, മാതാപിതാക്കന്മാരുടെ സ്വഭാവങ്ങൾ ഒരു നിശ്ചിത ശതമാനം മക്കളെ സ്വാധീനിക്കുന്നതാണ്. ആത്മീയ സ്വഭാവവും ഭൗതിക സ്വഭാവവും സ്വാധീനിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കന്മാരിൽ ആത്മീയത ലെവലേശം പോലുമില്ലാതെ മക്കളെ ആത്മീയത പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മക്കളത് അംഗീകരിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങളിലെല്ലാം ആരാധനയുടെയും സ്തുതിയുടെയും പൊതുവീക്ഷണത്തിലാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ പ്രാധാന്യത കുറഞ്ഞു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഓർഗൺ ശബ്ദം ഉണ്ടാക്കുമ്പോഴും ഡ്രമ്മ് ശബ്ദം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഒരു കുറച്ച് നേരത്തേക്കൊക്കെ അറിയാതെയൊക്കെ ഒരു ഇളക്കവും ഒരു പെരുപ്പും ഒരു ചാട്ടലും ഒരു തുള്ളലും ഒക്കെ വരുന്നു. അത് തീർന്നു കഴിയുമ്പോൾ എല്ലാം തീരുന്നു. അതല്ല ദൈവത്തിന് സ്തോത്രം. ഓർഗനെ ആശ്രയിച്ചോ, ഡ്രമ്മിനെ ആശ്രയിച്ചോ, ജിജിലുകത്തെ ആശ്രയിച്ചോ ഇതൊന്നും അല്ല നിൽക്കേണ്ടത്. മറ്റൊരു ഭാഗ്യ സമ്മർദ്ദവും ഇല്ലെങ്കിലും ഞാനും എൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആരാധന എന്നിൽ നിന്ന് വെളിപ്പെടുകയാണ്, സ്തുതി എന്നിൽ നിന്ന് വെളിപ്പെടുകയാണ്, സ്തോത്രം എന്നിൽ നിന്ന് വെളിപ്പെടുകയാണ്. എന്നെ ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള അകമഴിഞ്ഞ ബന്ധമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. ആരാധനയുടെയും സ്തുതിയുടെയും സാഹചര്യങ്ങൾ അവിടെ വെളിപ്പെട്ടു വരുന്നു. സ്തോത്രം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, വായിച്ചതല്ലേ, കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടില് കേൾക്കുന്നു. കുറുകി ഞെരങ്ങുകയാണ്, പ്രാവ് കുറുകി ഞെരങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോഴും ഉത്തമഗീതത്തിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറുകൽ, പ്രാവിന്റെ കുറുകൽ കാണിക്കുന്നത് പ്രാർത്ഥനയാണ്. നിരന്തരമായ പ്രാർത്ഥനയെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷികളിൽ വെച്ച് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന ഒരേ ഒരു പക്ഷി പ്രാവ് മാത്രമേ ഉള്ളൂ. ഏത് സമയവും കുറുകലാണ്. മറ്റൊരു പക്ഷിക്കും, പ്രാവിനേക്കാളും ഉയർന്ന പക്ഷികളായാലും താഴെ നിലയിലുള്ള പക്ഷികളായാലും ശരീരം കൊണ്ട് വലിയവരായാലും ചെറിയവരായാലും ഇതുപോലെ ഏത് സമയവും ശബ്ദമുണ്ടാക്കുന്ന മറ്റൊരു പക്ഷിയില്ല, അത് പ്രാവ് മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണത്തിൽ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്. മനുഷ്യന്റെ നിഷ്കളങ്കതയെ കുറിച്ച് പറയുമ്പോൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക. ഹല്ലേലൂയ. ഈ ഉത്തമഗീതം തന്നെ പല അധ്യായങ്ങളിലായിട്ട് പ്രാവിന്റെ കണ്ണിനെ കുറിച്ച്, പ്രാവിന്റെ മനോഹാരിതയെ കുറിച്ച്, പ്രാവിന്റെ സ്വഭാവത്തെ കുറിച്ച്, പ്രാവിന്റെ കാലിനെ കുറിച്ച് എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന പല ഭാഗങ്ങൾ ഉത്തമഗീതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉണ്ടായിരിക്കണം, നമ്മുടെ ആലയത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉണ്ടായിരിക്കണം. ഇന്ന് ചുരുക്കം പേരായിട്ട് എന്തിനാ, നമുക്ക് മറ്റു പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. ഇത്രയും മനോഹരമായ ഈ ആലയത്തിൽ വന്ന് 2 മണിക്കൂർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു സംതൃപ്തിയാണ്, ഇല്ലേ? ഇവിടെ എത്ര പേര് കൂടി എന്നുള്ളതല്ല, മനസ്സുള്ളവർ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരോട് അംഗസംഖ്യയൊന്നും പറയാറില്ല. ഞാൻ ആരോട് എപ്പോൾ പറയുമ്പോഴും പറയും ഞങ്ങളുടെ യോഗങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. മനസ്സുള്ളവർ വരും, മനസ്സില്ലാത്തവർ വരത്തല്ല. അല്ലാതെ ഓരോ യോഗത്തിന്റെ അറ്റൻഡൻസ് ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമല്ല. അത് ദൈവിക ബന്ധമാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്രാർത്ഥന കുറയരുത്. വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന കുറയരുത്. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ പ്രാർത്ഥന കുറയരുത്. നമ്മുടെ സഭാ സേവനത്തിൽ പ്രാർത്ഥന കുറയരുത്. എപ്പോഴും ഒരു ക്രിസ്തു വിശ്വാസി 3 തലങ്ങളിലാണ് അത് ഉണ്ടായിരിക്കേണ്ടത്. വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. 2, നമ്മുടെ വീട് അന്തരീക്ഷം ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമായിരിക്കണം. അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഒരു തിരുസഭയുണ്ട്. ആ സഭയുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ കഴിവുള്ളിടത്തോളം ഉത്സാഹത്തോടെ വന്ന് സംബന്ധിക്കണം. എല്ലാ യോഗങ്ങളിലും പ്രാർത്ഥനയുണ്ട്, എല്ലാ യോഗങ്ങളിലും പാട്ടുണ്ട്, എല്ലാ യോഗങ്ങളിലും ആരാധനയുണ്ട്, എല്ലാ യോഗങ്ങളിലും വചന ശുശ്രൂഷയുണ്ട്. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ കർത്താവിന്റെ വരവിന് രാജ്യത്തിന് വേണ്ടി നമ്മെ ഒരുക്കിയെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ ആ വാക്കോർക്കണം. കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ 6-ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അത്തിക്കൈകൾ പഴുത്തു. അത്തി എന്തിനെ കാണിക്കുന്നു? യഹൂദനെ കാണിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞല്ലോ, അത്തി തളർത്തു, വേനലെടുക്കുമ്പോൾ അത്തി തളർത്തു, അവൻ അടുക്കെ വാതിൽക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. യഹൂദനാകുന്ന അത്തി തളർത്തുകൊണ്ടിരിക്കുകയാണ്. യഹൂദനാകുന്ന അത്തി തളർത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നു.
ഭൂമിയുടെ മധ്യപ്രദേശത്ത് യഹൂദനെ ദൈവം നിലനിർത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ പ്രധാനമായിരിക്കുന്ന ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ മഹത്വ പ്രത്യക്ഷതയാകുന്ന രണ്ടാമത്തെ വരവിൽ യഹൂദന്റെ പ്രത്യേകതകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വരവ് കഴിഞ്ഞും ഭൂമിയിൽ മഹോദ്രവ കാലഘട്ടം വരുന്നത് യഹൂദനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ലോകത്തിലുള്ള മുഴുവൻ ജാതികളെക്കാളും പ്രാധാന്യതയുള്ള ഒരു ജാതിയാണ് യഹൂദൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹൂദൻ തളർത്തു കയറിക്കൊണ്ടിരിക്കുകയാണ്. യഹൂദൻ തളർത്തു കയറിക്കൊണ്ടിരിക്കുന്നു. യഹൂദൻ സാമ്പത്തികമായി തളർത്തു കയറുന്നു, അവർ രാഷ്ട്രീയമായി തളർത്തു കയറുന്നു. ഇത് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം ഇതാണ്: യേശുക്രിസ്തുവിന്റെ മടങ്ങിയ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. കാന്തയെ എഴുന്നേൽക്ക, എന്തിനു വേണ്ടി? കാന്തൻ വരാറായി. ദൈവത്തിന് സ്തോത്രം. ലോക സംഭവങ്ങൾ മുഴുവനും യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ മറ്റൊരു വേദഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അവൻ അടുക്കെ വാതിൽക്കലായിരിക്കുകയാണ്. കാലം അധികം നീണ്ടുപോകുകയില്ല. എസ്കേൽ പ്രവാചകൻ പറയുന്നത് പോലെ പ്രവചനം ഒക്കാതെ പോകത്തില്ല, കാലം നീണ്ടുപോകത്തില്ല. എല്ലാറ്റിനും ഒരു പരിസമാപ്തിയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ നാം വിശ്വസിച്ച നാളിനേക്കായി ദൈവത്തിന്റെ രക്ഷയോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആത്മാവിൽ നമ്മൾ എഴുന്നേൽക്കേണ്ടത്? എന്തിനാണ് ആത്മാവിൽ നമ്മൾ മുന്നേറേണ്ടത്? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ എടുത്തുകൊള്ളപ്പെടാൻ വേണ്ടി, ഉൽപ്രാവണത്തിന് വേണ്ടി ദൈവത്തിന്റെ നദിയോട് സ്തോത്രം. അതിന് കാരണം തന്റെ കാന്തയെ ചേർക്കുവാൻ കാന്തനാകുന്ന കർത്താവ് മടങ്ങി വരാറായി. ഇത് 1-ാം നൂറ്റാണ്ട് മുതൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. പ്രസംഗത്തിൽ തേയ്മാനം വന്നിട്ടില്ല. കൃപ പ്രാപിച്ച ദൈവമക്കൾ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഓരോ പ്രാവശ്യവും കേൾക്കുമ്പോൾ അവരെ ഉള്ളിൽ ആത്മീയം നിറവിൽ അവർ പറയും: ആമേൻ, കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ കാര്യങ്ങൾ നോക്കി. മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. രണ്ട് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ മുന്തിരിവള്ളി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുക. യേശു പറഞ്ഞാൽ സാക്ഷാൽ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദൈവകോപത്തിന്റെ തീച്ചോളയിലൂടെ കടന്നുപോയി, വേദനകളിലൂടെ കടന്നുപോയി, ഭാരങ്ങളിലൂടെ കടന്നുപോയി, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഈ ഒരു വാക്കിലൂടെ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് സന്ദേശം കാണാൻ കഴിയുന്നുണ്ട്. മുന്തിരിവള്ളിയാകുന്ന കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകളെയും മറക്കരുത്. സഹോദരൻ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങളുടെ ഉള്ളിൽ ധ്യാനിക്കണം. കർത്താവിന് സ്തോത്രം. മാത്രമല്ല, നല്ല മുന്തിരിവള്ളിയാകുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നു. പൗലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഇതാണ്: മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മുന്തിരിവള്ളിയെ കുറിച്ച് അറിയാവുന്നവർക്ക് പറയാം, പാമ്പിന് ഏറ്റവും പേടിയുള്ളതാണ്. മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്ന ആ പ്രദേശത്തെങ്ങും പാമ്പ് നിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. പാമ്പ് നിൽക്കത്തില്ല, ഇഴജന്തുക്കൾ നിൽക്കുകയില്ല. യഹൂദന്റെ രീതി അനുസരിച്ച് അങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ പാമ്പ് വരാതിരിക്കാതെ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പാമ്പ് വരാതിരിക്കാൻ വേണ്ടി മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളിയും കായെല്ലാം കലക്കി പിടിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരുന്നില്ല. പക്ഷെ മുന്തിരിവള്ളി പൂക്കുമ്പോൾ മുന്തിരിവള്ളി ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വരുന്ന ആ സമയത്ത് ആ പ്രദേശങ്ങളിലെങ്ങും പാമ്പും ഇഴജന്തുക്കളും കാണത്തില്ല. ക്രൈസ്തവം നമ്മുടെ ഉള്ളിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിന് അമിത പ്രാധാന്യത കൊടുത്ത് നമ്മുടെ കർത്താവ് ഉള്ളിൽ ഒരാത്മീയ സൗരഭ്യമായി തീരുമ്പോൾ ദുഷ്ടപിശാചാകുന്ന പാമ്പ് നമ്മിൽ നിന്നകന്നു പോകും. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന്റെ സ്തോത്രം. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വീട്ടിൽ നമ്മെ വഷളാക്കാൻ വേണ്ടി ആ പാമ്പ് പിന്നെയും വരും. തലമുറയുടെ നേരെ വരും, നമ്മുടെ ആരോഗ്യത്തിന് നേരെ വരും, ഹല്ലേലൂയ, കുടുംബത്തിന് നേരെ വരും, നമ്മുടെ എല്ലാറ്റിനും നേരെ വരും. രക്ഷിക്കപ്പെട്ടു വിചാരിച്ചു, സ്നാനപ്പെട്ടു വിചാരിച്ചു, ദൈവകൃപയിൽ വന്നു വിചാരിച്ചുകൊണ്ടോ ഇതൊന്നും വരാതിരിക്കത്തില്ല. ജഡശരീരത്തിൽ വെളിപ്പെട്ട യേശുവിന്റെ നേരെ സാത്താൻ വന്നുവെങ്കിൽ ക്രിസ്തു വിശ്വാസികളുടെ നേരെയും വരും. പക്ഷെ അവിടെ ഒറ്റ കാര്യം ഓർത്താൽ മതി: യേശു ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളി നമ്മിൽ പൂത്ത സൗരഭ്യം പരത്തുമ്പോൾ ദുഷ്ടപിശാചിനെ ആത്മാവിൽ നമുക്ക് എഴുതി ജയിപ്പാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വാക്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അവിടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു.
ഓരോ സഹോദരിമാരും ദൈവസന്നദ്ധിയിൽ നിങ്ങളെ തന്നെ കണ്ട് ഉണർത്തപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ ആരാധനാ ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ അത്യാത്മീയതയിൽ എവിടെയെങ്കിലും കുറച്ചുകൂടെ കർത്താവേ ഒരു ഉണർത്തപ്പെടേണ്ട, കുറച്ചുകൂടി ഞാൻ മുന്നോട്ട് പോകേണ്ട, കുറച്ചുകൂടെ ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട ആ അനുഭവങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.